ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലേക്ക് ജോലിക്കായി പ്രായപൂർത്തിയായ യുവതികളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തത്. ആവശ്യമായ എല്ലാ രേഖകളോടും കൂടിയാണ് ഗ്രീൻ ഗാർഡൻ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത്. ഈ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ആൾക്കൂട്ടം കന്യാസ്ത്രീകളെ വളഞ്ഞാക്രമിച്ചതും പോലീസിൽ ഏൽപ്പിച്ചതും. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിലും രോഗീ പരിചരണത്തിലും വലിയ സംഭാവനകൾ നൽകിയ സന്യാസ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്. സാമൂഹിക സേവനത്തിലും സമൂഹ നിർമ്മിതിയിലും നിസ്വാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്യസ്തരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കുന്നതും ദുരാരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും നിയമവാഴ്ച തകർന്നതിന്റെയും നിയമ സംവിധാനങ്ങൾ പക്ഷാപാതപരമായി മാറുന്നതിന്റെയും തെളിവാണ്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് കന്യാസ്ത്രീകൾക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടന്നുവരുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നു മാത്രമാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. സംഭവത്തിന് പിന്നിലുണ്ടായിരുന്നവർ കന്യാസ്ത്രീകളെ പിന്തുടരുകയും റെയിൽവേ സ്റ്റേഷനിൽ അവരെ വളയുകയും പിന്നീട് ജനക്കൂട്ടത്തെ ഇളക്കിവിടുകയുമാണ് ചെയ്തത്. കന്യാസ്ത്രീകൾക്ക് നേരെ അശ്ലീല ഭാഷയും ഉപയോഗിച്ചു. ഈ നടപടികളെല്ലാം സ്ത്രീത്വത്തിന് നേരെയുള്ള അതിക്രമമായി മാത്രമേ കാണാൻ സാധിക്കൂ. ഇന്ത്യയിൽ പല ഭാഗത്തും മതപരിവർത്തന നിയമത്തിന്റെ മറവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അവസ്ഥയാണ്. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇരട്ടിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 753 ക്രിസ്ത്യൻ പള്ളികളാണ് ആക്രമിച്ചത്. ബജ്രംഗ് ദൾ പോലുള്ള തീവ്ര സംഘടനകൾ അധികാരത്തിന് തണലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിയമത്തെ അട്ടിമറിക്കുന്ന അവസ്ഥയാണ്. നിരവധി സ്ഥലങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയത്വം കാണിക്കുന്നത് കൃത്യമായ അജണ്ടകളുടെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുകയാണ്. കന്യാസ്ത്രീകൾ സന്യാസ വസ്ത്രം അണിഞ്ഞ് പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ കേസെടുക്കുന്ന അവസ്ഥ ഇന്ത്യയെ ഇരുണ്ട കാലങ്ങളിലേക്ക് നയിക്കൂ.